മുടിയുടെ കാര്യം പറയുകയാണെങ്കിൽ 100 നാവോട് കൂടി തന്നെ പറയാനുണ്ടാവൂലേ. വേറെ ഒന്നല്ല മക്കളെ, അല്ലെങ്കിലേ മുടി നീളമില്ല, കറുപ്പില്ല, ഉള്ളില്ല, ആകെയുള്ള മുടിയാണെങ്കിലോ പൊട്ടിപ്പോകുന്നു, കൊഴിഞ്ഞു പോകുന്നു, അകാല നിര വരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഒരു പരാതിയും പറയാൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് നാച്ചുറലായിട്ട് ഒരു എണ്ണ കാച്ചുന്ന പരിപാടി ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിലും വീടിൻ്റെ പരിസരത്തുള്ള ഒരു കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ചെയ്യും. പിന്നെ നിങ്ങളിത് തേച്ച് കഴിഞ്ഞിട്ട് മുടിൻ്റെ ഒരു പരാതി നിങ്ങൾക്ക് കേൾക്കാനുണ്ടാവില്ല, പറയാനുണ്ടാവില്ല കേട്ടോ. നല്ല കട്ട കറുപ്പും നീളും ഇടതൂർന്ന് നല്ല മുടി ഉണ്ടാവാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പം അങ്ങനെ ആഗ്രഹമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് ഉലുവയും പിന്നെ നമുക്ക് നമ്മളെ തൊടിയിലുണ്ടാകുന്ന ഒരു ചേരുവയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത്. 1-2 ചേരുവകളും കൂടി നമ്മളെ തൊടുവിലും മുറ്റത്തൊക്കെ ഉള്ളത് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചേരുവകളൊക്കെ ചേർത്തിട്ട് ഇത് നമ്മൾ ഉണ്ടാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മുടിയുടെ കാര്യത്തിൽ ഒരു പരാതിയും പറയാനുണ്ടാവില്ല. അപ്പോൾ പെരിഞ്ചീരകമൊക്കെ ഇപ്പം എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പെരിഞ്ചീരകമൊക്കെ കറിയിലിടണല്ലേ, എങ്ങനെ അതിന് മുടി വളരാന്ന്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉലുവനെ കുറിച്ച് പിന്നെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഉലുവയും പെരിഞ്ചീരകവും കുറച്ച് വെള്ളത്തിലൊന്ന് കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതവിടെ സോക്കായി വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പറമ്പിലും തൊടുവിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന, പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴയൊക്കെ പെയ്ത് വരുന്നതുകൊണ്ട് തന്നെ എത്ര ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇഷ്ടം പോലെ തെഴുത്തുണ്ടായിട്ട് കിട്ടുന്ന ഈ ഒരു നാച്ചുറലായിട്ടുള്ള ഈ ഒരു ഇലയെ നിങ്ങൾക്കെല്ലാവർക്കും പരിചയം ഉണ്ടാവും. പക്ഷേ എല്ലാവരും വീട്ടിലുണ്ടെങ്കിലും ആരും ഇത് യൂസ് ആക്കണില്ല എന്നുള്ളതാണ് കുഴപ്പം. ചിലരെങ്കിലും എടുക്കുന്നുണ്ടാവും, പക്ഷെ എടുക്കാത്ത ഒരുപാട് പേരുണ്ടാവും. ആരും ഇനി ഇത് ഉപേക്ഷിക്കരുത് കേട്ടോ. ഈ ഒരു ഇലകളൊക്കെ നമ്മളെ ചെടികളൊക്കെ നമ്മളെ വീട്ടിൽ നട്ട് വളർത്തും വേണം, ഇത് നമ്മൾ ഉപയോഗിക്കും വേണം. ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ തലക്കുണ്ടാകുന്ന ഗുണങ്ങൾ, തലമുടി വളരാന്ന് മാത്രമല്ല നമ്മളെ തലക്കും തലമുടിക്കും ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതെന്താന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, വീഡിയോയിൽ കാണുമ്പോൾ തന്നെ എനിക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ ചെമ്പരത്തിയാണ്. ഈ ഒരു ചെമ്പരത്തി നമുക്ക് കുറച്ച് ഇലയും അതിൻ്റെ കൂടെ ഈ പൂവ് നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ പൂവ് എടുത്തോളൂ. ഇനിയിപ്പോൾ പൂവില്ല വിചാരിച്ചിട്ട് നിങ്ങൾ ഇത് എടുക്കാതിരിക്കണ്ട. ഞാനിപ്പോൾ 2 പൂവ് ഇവിടെ ഉണ്ട് വിരിഞ്ഞിരിക്കണം, അത് എടുത്തതാണ്. അപ്പോൾ ചെമ്പരത്തിയും പൂവൊക്കെ ഇട്ട് അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ, പുറത്തങ്ങോട്ട് ഇറങ്ങാനേ വയ്യ. ഒരു 12 മണിൻ്റെ സമയത്തൊക്കെയാണ് ഞാൻ ഈ ഒരു ഇലയൊക്കെ എടുക്കുന്നത്. നമ്മളെ തൊടിയിൽ നിന്നാണ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ ഒന്നിങ്ങോട്ട് മുറ്റത്ത് കയറിയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ആകെ വിയർത്ത് അന്നേരം തന്നെ നമുക്ക് മേലിലൂടെ വെള്ളം ഒഴിക്കാനും തലയിലൂടെ വെള്ളം ഒഴിക്കാനൊക്കെ തോന്നുന്നു, അത്രക്കും ചൂടാണ് അല്ലേ. ആയുർവേദ വിധികൾ പ്രകാരം ചെമ്പരത്തി വെറുമൊരു ചെടി മാത്രമല്ല, എല്ലാ രീതിയിലും നമ്മളെ തലമുടിയുടെ ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഏറ്റവും മികച്ച ഔഷധ ചെടികളിലൊന്നുകൂടിയാണ്. ഇതിൻ്റെ നല്ല ശോഭയുള്ള ഇലകളും പൂവുകളൊക്കെ നമ്മളെ തലമുടി രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിരവധി ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മുടികൊഴിച്ചിൽ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾക്ക് ചെമ്പരത്തിയുടെ പൂക്കളും ഇലകളുമൊക്കെ ഉത്തമ പ്രതിവിധി തന്നെയാണ് കേട്ടോ എന്നാണ് അറിയപ്പെടുന്നത്. കുറച്ച് തവണ കൃത്യമായ രീതിയിൽ ഇത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മുടികൊഴിച്ചിൽ കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ നമ്മളെ മുടി വളർച്ച, ഇനി എത്ര നീളമില്ലാത്ത മുടിയാണെങ്കിലും ഇത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങളുടെ മുടി ഒരുപാട് നീളുന്നതായിട്ടും ഉള്ളു തൂർന്ന് വരുന്നതായിട്ടും പിന്നെ അകാല നിരയുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ലേ, ഇടയ്ക്കിടയ്ക്ക് പ്രായമാവാതെ മുടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ നിര വരും. വലിയൊരു വിഷമമുള്ളൊരു കാര്യമാണത്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു ഹെയർ പാക്കിലൂടെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സാധാരണ എല്ലാവരും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇനിയിപ്പോൾ മുടി കൊഴിയാണെങ്കിലും മുടിക്ക് ഇടയ്ക്കിടയ്ക്ക് നിര വരികയാണെങ്കിലും മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉള്ളു കുറയുന്ന ഒക്കത്തിനും വേണ്ടിയിട്ട് വേഗം നമ്മൾ പലതരത്തിലുള്ള കെമിക്കലുകൾ ചേർന്നിട്ടുള്ള അതൊക്കെ തേച്ചും ഒക്കെ നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെ നാട്ടിലും വീട്ടിലും അടുത്ത വീട്ടിൽ പരിസരത്തൊക്കെ ഉണ്ടാകുന്ന ഈ നാച്ചുറലായിട്ടുള്ള ഈ ഒരു ഹെയർ പാക്കൊക്കെ ഒന്ന് തയ്യാറാക്കണം കേട്ടോ.
അപ്പോൾ ഞാൻ എല്ലാ ഒരു ഇലകളൊക്കെ നീരി അതിൻ്റെ തണ്ടൊക്കെ ഒഴിവാക്കി നല്ല വൃത്തിയായിട്ട് തന്നെ എടുത്ത് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു പൂവൊക്കെ എടുത്തിട്ടുണ്ട്, പൂവും എല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ ഒരു ഉലുവ ഉണ്ടല്ലോ, ഉലുവ വെള്ളത്തിട്ട് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിലേക്ക് നമുക്ക് പെരിഞ്ചീരകം വെള്ളത്തിട്ടതാണ്, പക്ഷേ പെരിഞ്ചീരകം വെള്ളത്തിട്ടതിൻ്റെ വെള്ളത്തോട് കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് അരഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പെരിഞ്ചീരകം ഒന്ന് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് ആ ഒരു വെള്ളം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു അരവ് പോരല്ലോ, ഇങ്ങനെ നമുക്ക് ഇത്ര തിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മുടെ അടുത്ത് സ്റ്റോറുണ്ട്. ആ ഒരു ഉലുവ പെരിഞ്ചീരകത്തിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അതിൻ്റെ പേരിൽ ഈ ഒരു നമുക്കിത് ഒരുപാട് അങ്ങോട്ട് അരഞ്ഞ് കിട്ടൂല എന്നുള്ളതിൻ്റെ പേരിലാണ് ആ വെള്ളം അങ്ങോട്ട് മാറ്റി വെച്ചത്. അപ്പോൾ ഇത് കുറച്ചൊന്ന് അരഞ്ഞ് നല്ല ഫൈനായിട്ട് അരഞ്ഞെന്ന് കാണുമ്പോൾ നമുക്കിതൊന്ന് ലൂസ് കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ആ ഒരു പെരിഞ്ചീരകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. പെരിഞ്ചീരകം എന്ന് പറഞ്ഞാൽ പെരിഞ്ചീരകത്തിൽ സോൻഫിലോ, വിറ്റാമിൻ സി, കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം എന്നിവ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മുടി വളർച്ച, അതുപോലെ തന്നെ രോമങ്ങളുണ്ടല്ലോ, രോമങ്ങളൊക്കെ നല്ലോണം വളരാനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു പെരിഞ്ചീരകം. അപ്പോൾ അതിനൊക്കെ നല്ലോണം ശക്തമായിട്ട് വളർത്തിയെടുക്കാൻ കഴിയും ഈ ഒരു പെരിഞ്ചീരകത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെരിഞ്ചീരകം വെള്ളത്തിട്ട വെള്ളം കൂടെ നമ്മൾ കളയാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ സാധാരണഗതിയിൽ നമുക്ക് പോഷകങ്ങളുടെ കുറവ് കാരണമൊക്കെയാണല്ലോ നമ്മളെ മുടി കൊഴിഞ്ഞ് വീഴാനൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നമുക്ക് ഈ ഒരു പെരിഞ്ചീരകത്തിലൂടെ കഴിയും. പെരിഞ്ചീരകത്തിൽ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, വിറ്റാമിൻ സി, കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, അതുപോലെ തന്നെ സോൻഫിലോ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പെരിഞ്ചീരകം നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. എണ്ണ കാച്ചുന്നതിലൊക്കെ പെരിഞ്ചീരകം ചേർക്കാറുണ്ടെങ്കിലും ഇതുപോലുള്ള ഹെയർ പാക്ക് തയ്യാറാക്കുമ്പോൾ അധികം ആളുകളും ചേർക്കാറില്ല. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഹെയർ പാക്ക് തയ്യാറാക്കുമ്പോൾ ഈ ഒരു പെരിഞ്ചീരകം മസ്റ്റായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഉലുവ സാധാരണ മുടി കൊഴിച്ചിൽ തടഞ്ഞ് അതിവേഗം മുടി വളരാൻ സഹായിക്കുന്നൊരു സംഭവമാണല്ലോ ഉലുവ. പ്രോട്ടീനുകൾ കൂടാതെ ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ബാക്ടീരിയൽ അതിൻ്റെയൊക്കെ സവിശേഷതകൾ ഒരുപാടുള്ള ഈ ഒരു ഉലുവ ഉണ്ടല്ലോ, നമ്മളെ മുടിയുടെ ആരോഗ്യത്തിന് പല രീതിയിൽ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കേണ്ടി. നിങ്ങൾക്ക് എത്ര തന്നെ മുടി കൊഴിച്ചിലുണ്ടെങ്കിലും ആ ഒരു മുടി കൊഴിച്ചിലൊക്കെ പോയി മുടി പെട്ടെന്ന് അതിവേഗം വളരുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ഉള്ളോട് കൂടി ഇനി കൊഴിഞ്ഞു പോയ മുടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പെരിഞ്ചീരകം തന്നെ മതി. പിന്നെ ഉലുവയും കൂടെ ആകുമ്പോൾ ഒന്നും കൂടെ ഉഷാറാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്തപ്പോൾ അതാ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പെരിഞ്ചീരകത്തിന് വെള്ളം അവിടെ ചിന്തിപ്പോയി, അതൊന്നും നമുക്ക് കുഴപ്പമില്ല. വേണമെങ്കിൽ ലേശം കൂടെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ. കാരണം നമ്മളിത് തലയോട്ടിയിൽ പുരട്ടാനുള്ളതാണല്ലോ. അപ്പോൾ തലയോട്ടിയിൽ പുരട്ടാനാകുമ്പോൾ ഒരു സ്കാൽപ്പിലേക്കൊക്കെ ഇതിൻ്റെ നീരിറങ്ങി ചെല്ലണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം, ഒരു ലേശം വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയത് നമുക്ക് എന്നിപ്പോൾ ഇത് ചെയ്യാനൊക്കെ നമുക്ക് മടിയാണല്ലേ. എന്നിപ്പോൾ ഇതിങ്ങനെ ചെമ്പരത്തി എടുക്കുക, അതുപോലെ തന്നെ പെരിഞ്ചീരകം, ഉലുവൊക്കെ വെള്ളത്തിടാനൊക്കെ നമ്മൾ മറന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മടിയാവും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് കൂടുതൽ അളവിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കുക. എന്നിട്ട് ആവശ്യാനുസരണം ലേശം 2 ടേബിൾ സ്പൂണൊക്കെ ഇതിൻ്റെ ഈ ഒരു കുഴമ്പ് എടുത്താൽ തന്നെ നമുക്കത് ലേശം വെള്ളം കൂട്ടി ലൂസാക്കിയിട്ട് തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു 2-3 ദിവസം 4 ദിവസമൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഈ ഒരു പാക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടൻ ചായൻ്റെ വെള്ളം ഉണ്ടാവില്ല, നമ്മൾ ഡെയിലി ചായ കാച്ചി കുടിക്കുന്ന ആളുകളാണല്ലോ, പ്രത്യേകിച്ച് മലയാളികൾക്ക് പിന്നെ ചായ ഇല്ലാത്ത പരിപാടിയല്ല. അപ്പോൾ ഈ ചായ നമ്മൾ വയറ്റിൻ്റെ ഉള്ളിലേക്ക് ആക്കുന്നത് വലിയൊരു ഗുണമുള്ള കാര്യമൊന്നുമല്ലെങ്കിലും പക്ഷെ നമ്മളെ തലമുടിക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമ്മളെ മുടി വളർത്താൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് തേയില. അപ്പോൾ ആ ഒരു തേയില ചായ നമ്മൾ ദിവസവും രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നൊരു 1/4 ഗ്ലാസ് തേയില വെള്ളം അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിൽ നിന്ന് ഈ ഒരു ക്രീം ഒരു പാക്ക് എടുക്കുക.
ഈ ഒരു കുഴമ്പ് എടുക്കുക. കുഴമ്പ് എടുത്തിട്ട് നല്ല കുഴമ്പ് പോലെയാണല്ലോ നിൽക്കുന്നത്. കാരണം ആ ഒരു ഉലുവൻ്റെ കൊഴുപ്പും ഒക്കെ കൂടി ചെമ്പരത്തിൻ്റെ കൊഴുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല കുഴമ്പ് രൂപത്തിലാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് കട്ടൻ ചായയും കൂടെ കലർത്തിയിട്ട് ഡെയിലി തലയിൽ തേച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു 2-3 പ്രാവശ്യം തേക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ നമുക്ക് തലമുടിയിൽ തേച്ച് കഴിഞ്ഞാൽ ഇത് തേക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ തലയിൽ ഏത് എണ്ണയാണോ കുളിക്കണേൻ്റെ കുറച്ച് മുമ്പ് അപ്ലൈ ചെയ്യാറ് സാധാരണ എന്നുണ്ടെങ്കിൽ അതെടുക്കുക. ആ ഒരു എണ്ണ തലയിൽ കുറച്ച് സമയം ഒന്ന് മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കുഴമ്പ് തലയിൽ അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ, ചുരുങ്ങിയത് അരമണിക്കൂർ, ഏറി വന്നാൽ ഒരു മണിക്കൂറെങ്കിലും തലയിലൊന്ന് നല്ലോണം സ്കാപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് നല്ല തണുപ്പായിരിക്കും കേട്ടോ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ. എന്നിട്ട് നല്ലോണം സ്കാൽപ്പിലൊക്കെ മസാജ് ചെയ്ത് ഒരു മണിക്കൂറും കഴിഞ്ഞിട്ട് നല്ല ആവശ്യത്തിനുള്ള തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകി കളയുക. പിന്നീട് ഇതിനൊരു താളി തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തലമുടിയിൽ താളി, സോപ്പ്, അതുപോലെ തന്നെ ഷാമ്പൂവിനൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല സ്മെല്ലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീര്യം കുറഞ്ഞ ഷാമ്പു, സോപ്പൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി ഹെയർ പാക്കാണ്. ഇതിൽ ഒരു സാധനങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊരു ലൈക്കൊക്കെ തരി. പിന്നെ വീഡിയോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്ന ആളുകളെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലേക്ക് നേരെ പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളൊന്നും ചെയ്യേണ്ട, ആ ഒരു എഫ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിലെത്തും. അവിടെ പോയിട്ട് നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഒന്ന് വളരാൻ സഹായിക്കും. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്യട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഈ ഒരു ചെമ്പരത്തി പൂവ് ഇലയൊക്കെ പറിക്കാൻ വേണ്ടി പോയ സമയത്ത് ഋതു ഇവിടെ ഭയങ്കര കളിയിലാണ്. നല്ല വെയിലും നല്ല ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ, ഈ ഒരു പ്രായത്തിൽ പിന്നെ ചൂടൊന്നും പ്രശ്നമില്ലല്ലോ, അവർക്ക് പിന്നെ എത്ര ആയാലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി, അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.